ഹലോ നമസ്കാരം. പ്രീമിയർ പ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കളർ ടോണിൻ്റെ തന്നെ മറ്റൊരു മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ ചില വീഡിയോ ക്ലിപ്സുകൾ, ചില മൂവീസുകൾ ഇതിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന കളർ ടോണുകൾ ട്രേസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് അവർ യൂസ് ചെയ്തിരിക്കുന്ന സെയിം കളർ ടോൺ നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ട്രേസ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പ്രൊജക്റ്റ് അതേപോലെ തന്നെ പുതിയൊരു സീക്വൻസ് എല്ലാം ഞാൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വീഡിയോ ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. KGF മൂവിയുടെ ഈ ഒരു കളർ ടോൺ കണ്ടോ, ഈ ഒരു തീയലായിട്ടുള്ളൊരു ഓറഞ്ച് ആയിട്ടുള്ള ഒരു കളർ ടോൺ, ഇതാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, എൻ്റെ വീഡിയോ ക്ലിപ്പിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് കരുതുക. അതായത് നമ്മുടെ വീഡിയോ ക്ലിപ്പിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇതിനെ ടൈംലൈനിലേക്ക് വലിച്ചിട്ടു. അതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്ന് സ്കെയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വീഡിയോ ക്ലിപ്പിലേക്കാണ് ഈ ഒരു തീം പോകേണ്ടത്. അതായത് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന, ഇനി ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്ന വീഡിയോ ക്ലിപ്പിലേക്കാണ് എന്താവേണ്ടത്, ഈ ഒരു കളർ ടോൺ എന്താവേണ്ടത്, ട്രേസ് ആവേണ്ടത്. അപ്പോൾ ഞാൻ അതിനെയും എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വിഷ്വലിൻ്റെ ഓഡിയോ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓഡിയോ ജസ്റ്റ് ഒന്ന് അൺലിങ്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് കീബോർഡിൽ ഡിലീറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോ എന്തായിക്കോളും, കട്ടായി പോയിക്കോളും. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്യുന്നു. വിൻഡോ മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലൂമെട്രി കളർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ബേസിക് കറക്ഷൻ, അതേപോലെ തന്നെ ക്രിയേറ്റീവ്, കർവ്, കളർ വിലൻസ് മാച്ച്, HCL സെക്കൻഡറി, വിൻറ്റേജ്, ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് കളർ വീൽസ് ആൻഡ് മാച്ചിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കമ്പാരിസൺ വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ നമുക്ക് പണ്ടത്തെ ക്ലിപ്പ്, അതായത് ഇപ്പോൾ KGF ചാപ്റ്റർ 2 ക്ലിപ്പും നമ്മൾ കളർ കറക്ഷൻ ചെയ്യാൻ പോകുന്ന ക്ലിപ്പ് എന്താവും, രണ്ട് സ്ക്രീനിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. പല രീതിയിലുള്ള സ്ക്രീനുകളുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് സ്പ്ലിറ്റ് ഉണ്ട്, സൈഡ് ബൈ സൈഡ് ഉണ്ട്, വെർട്ടിക്കൽ സ്പ്ലിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ സ്പ്ലിറ്റ് ഉണ്ട്. ഏതൊരു സ്ക്രീനാണോ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടായിട്ട് തോന്നുന്നത്, ആ സ്ക്രീനിൽ നിന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം. അപ്പോൾ ഇതൊരു പിക്ചറാണ്. വീഡിയോ ക്ലിപ്പ് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ യൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് അപ്ലൈ മാച്ചിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്ലൈ മാച്ചിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അനലൈസ് ആയിട്ട് എന്താവും, സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി പോലെ ഇരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് യൂസ് ചെയ്യുന്ന 8GB ആണ്, അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് പോലെ ആയിരിക്കും ഇവിടെ നിന്ന് അനലൈസ് ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം എന്തായിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരു കളർ കറക്ഷൻ്റെ മോഡലിലേക്ക് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, നമുക്കിത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടുന്ന് കർവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ RGB കർവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കർവ് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് RGB കർവിലേക്ക് വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് ഇതിൻ്റെ കർവ് ഞാൻ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യാണ്, HCL സെക്കൻഡറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടുന്ന് കറക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ HCL സെക്കൻഡറിയിൽ അടിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നോക്കി കറക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എനിക്കിപ്പോൾ എന്താ വേണ്ടത്, ഈ ഒരു തീമിൽ ഏകദേശം കൂടുതൽ മോസ്റ്റ്ലി കളറും ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇതിൻ്റെ ടെമ്പറേച്ചർ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, കൂട്ടി കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ ആ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു തീമാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ട്രെൻഡ് ഞാൻ എന്ത് ചെയ്യുന്നു, കൂട്ടി കൊടുക്കുന്നു. സാച്ചുറേഷൻ ഞാൻ എന്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ രീതിയിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വിൻറ്റേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് എമൗണ്ട് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, മിഡ് പോയിൻറ്റ് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം നോക്കിയേ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ്, അതായത് ജസ്റ്റ് ഒന്ന് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ, ഈ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ സെയിം ആയിട്ടുള്ള ഒരു വിഷ്വലും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാ ടൈമിലും, അതായത് ഇപ്പോൾ ഈ ഒരു യൂസ് ചെയ്തിരിക്കുന്ന സെയിം കളർ വീണ്ടും മറ്റൊരു വീഡിയോസിലും നമുക്ക് യൂസ് ചെയ്യണമെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ എല്ലാ ടൈമിലും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യാണ്, ഈ ഒരു തീം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രീസെറ്റ് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രീസെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. സേവ് ചെയ്ത് വയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലൂമെട്രി കളറിൻ്റെ ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എക്സ്പോർട്ട് ലുക്ക്, അതേപോലെ തന്നെ എക്സ്പോർട്ട് ക്യൂബ്, സേവ് പ്രീസെറ്റ്, ഈ 3 ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഓക്കെ, ഈ 2 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം.
ഇത് വേറൊരു മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എക്സ്പോർട്ട് ലുക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചെയ്ത പ്രീസെറ്റ്, ഈ ഒരു ചെയ്ത ലൂമെട്രിക് ലുക്ക്, ഓക്കെ, ഈ ഒരു ലൂമെട്രിക് ലുക്ക് എങ്കോടാണ് സേവ് ചെയ്ത് വെക്കേണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തൽക്കാലം ഞാൻ ഡെസ്ക്ടോപ്പിൽ KGF ലുക്ക് എന്ന് പറഞ്ഞ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ KGF ലുക്ക് 2 ഞാൻ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ KGF ലുക്ക് 2 ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. വീണ്ടും എന്ത് ചെയ്യുന്നു, ഞാൻ പണ്ടത്തെ വീഡിയോ ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ഈ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കോമ്പോസൈറ്റ് വീഡിയോയിലേക്ക് വരാണ്. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ സാധിക്കുള്ളൂ. അതായത് ഒറ്റൊരു വീഡിയോ ക്ലിപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ സാധിക്കുള്ളൂ. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇവിടുന്ന് ബേസിക് കറക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ക്രിയേറ്റീവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നണ്ണായിരിക്കും കിടക്കുക. നണ്ണിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ബ്രൗസിലേക്ക് വരുന്നു. ബ്രൗസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ ആ ഒരു ലൂമെട്രിക്കിൻ്റെ കോഡ്, അതായത് ഇപ്പോൾ ലൂമെട്രിക് കളറിൻ്റെ പ്രീസെറ്റ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, അത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു കീബോർഡിൽ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി സെയിം ആയിട്ടുള്ള കളർ ടോൺ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഇങ്ങനെ സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കളർ ടോൺ നമുക്ക് വീണ്ടും പ്രീസെറ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇവിടുന്ന് സേവ് പ്രീസെറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു, ലൂമെട്രിക് കളർ പ്രീസെറ്റ് മാറ്റി ഞാൻ എന്ത് ചെയ്യാണ്, KGF എന്ന് കൊടുക്കുകയാണ്, KGF കളർ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുകയാണ്. വീണ്ടും നമുക്ക് ഇവിടുന്ന് എഫക്റ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രീസെറ്റിൻ്റെ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, KGF കളർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ വീഡിയോ ക്ലിപ്പ് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും എഫക്റ്റ് മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രീസെറ്റിലെ KGF കളറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രീസെറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് നമ്മുടെ വീഡിയോ ക്ലിപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താവും, ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിക്കോളും, നമ്മുടെ ആ ഒരു സെയിം കളർ ടോൺ നമുക്ക് ഇനി കൊടുക്കാൻ പറ്റും, സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് മിക്ക വീഡിയോസിൽ എന്ത് ചെയ്യുക, കളർ കറക്ഷൻസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ചെറിയൊരു വീഡിയോ ടിപ്സ് ആയിരുന്നു. വീഡിയോ യൂസ്ഫുള്ളാണെന്ന് കരുതാണ്. യൂസ്ഫുള്ളായെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യാൻ മറക്കില്ല. പുതിയൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു അറിവുമായിട്ട് കാണാം. ബൈ ബൈ.